ഫ്രിഡ്ജ് നിറച്ച് പച്ചക്കറിയുണ്ട്. പിന്നെ എന്താണ് കറി ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്രാവശ്യം ഞാനൊന്നും ആലോചിക്കാൻ നിന്നില്ല. ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മ ആലോചിച്ച് അവയിലുള്ള എല്ലാം അരിഞ്ഞ് തന്നിട്ടുണ്ടോ. ഞാനത് അടുപ്പേ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ രസം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ച പാത്തുന് കഴിക്കാൻ വേണ്ടിയാട്ടോ. പിന്നെ ബീൻസ് ഉപ്പേരിയുണ്ട്. ഇന്ന് ഉച്ചക്കത്തേന് തൽക്കാലം നല്ല എന്തായാലും ലാവശ്യമായിട്ട് കഴിക്കാനുള്ള ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ചെറിയ സ്പെഷ്യലുണ്ട്. അതുകൊണ്ട് ഉച്ചക്കത്തേന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്ക കച്ചവടം കഴിഞ്ഞോണ്ട് വരുന്ന വഴിക്ക് കഴിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. ഉപ്പ കച്ചവടം കഴിഞ്ഞ് വന്നതിന് ആഹാരമൊന്നും കഴിക്കാറില്ല. ചായ എന്തെങ്കിലും കുടിക്കും. പിന്നെ ഞാനും സഫാനായ അമ്മായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചക്കത്തേന് കഴിക്കാനായിട്ടേ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു കേട്ടോ. അപ്പോൾ പാത്തുമ്മ നല്ല ഉറക്കമായിരുന്നു. ഒന്ന് കുളി കഴിഞ്ഞ് അപ്പം തന്നെ കിടന്നുറങ്ങി. സാധാരണ നേരം വൈകിയാണ് എണീക്കാറ്. അതുകൊണ്ട് കുളി കഴിഞ്ഞുള്ള ഉറക്കമൊന്നും പുള്ളിക്ക് അധികം ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം നേരത്ത് കുറച്ച് നേരം കിടന്നുറങ്ങും. അപ്പോൾ അവളെന്തായാലും ഉറങ്ങുന്ന സമയം കൊണ്ട് വേഗം ഞാൻ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ നോക്കിക്കൊണ്ടിരിക്കാതെ പുതിയ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് കയറി വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടോ കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന പോലെ തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. മര്യാദക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോണം. ഭീഷണി കേട്ടല്ലോ. അപ്പോൾ ദേ പാത്തും മാപ്പിളേക്ക് ഉറങ്ങി എണീറ്റിട്ടുണ്ട്. പിന്നെ അവളായിട്ട് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പാത്തുവിനും കൊണ്ട് അവർ കവലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കേട്ടോ. അപ്പോൾ അതേ ആ സമയം കൊണ്ട് ഞാൻ ചിക്കനുള്ള ഷവായി റെഡിയാക്കുന്നുണ്ടായിരുന്നു. അതിനുള്ളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പറഞ്ഞ് കയറി വാന്ന് പറഞ്ഞു. അപ്പോൾ മണ്ടയിലോട്ട് കയറി പോയേക്കുമായിരുന്നു. അവൾ ഉറക്കമായിരുന്നു കേട്ടോ. അവളുടെ കൈക്കൊന്ന് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ പച്ചരിയും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി റേഷൻ കടയിൽ പോയതാണ് കേട്ടോ. നമുക്ക് വരുമ്പോൾ പുള്ളി ഇങ്ങനെ കറങ്ങാൻ പോകുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ പണിയെല്ലാം ഒതുക്കി അയച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം ഞങ്ങളെടുത്ത് പെറുക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഉമ്മാനെ വീഡിയോയിൽ അധികം കാണിക്കാത്തത് തിരക്ക് പിടിച്ചുള്ള സമയമായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റാത്തത്. ഞാൻ പിന്നെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നതെന്നുള്ളേ. അപ്പോൾ ഇത് ഷവായിക്കെല്ലാം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ചിക്കനുള്ളതൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതാണ് ബാക്കി പരിപാടിയൊക്കെ നോക്കുന്നത്. പിന്നെയുള്ള പരിപാടി വെച്ചാൽ മയോണൈസ് ഉണ്ടാക്കണം. മയോണൈസ് കടയിൽ നിന്ന് മേടിക്കുന്നത് 10 പൈസയ്ക്ക് കൊള്ളത്തില്ല കേട്ടോ. ഒന്നിനും കൊള്ളത്തില്ല. ഛർദ്ദിക്കാൻ വരും സത്യം പറഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ പിച്ചി ഉണ്ടാക്കുന്നത് നോക്കി ചോദിച്ച് അതുപോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. മുട്ട പുഴുങ്ങിയിട്ട് എന്താ പറയുക, നല്ല ടേസ്റ്റാട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് അതിൻ്റെ കൂടെ ഞാൻ കുരുമുളകും കൂടെ ചതച്ചിടും. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ കവലയിൽ നിന്ന് മേടിക്കലേ ഇല്ല കേട്ടോ. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഒരു വർഷമായി. കിടക്കുന്നൊരു തവണ മേടിച്ച ശിക്കാകന്ന് വയറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാരയില്ല, ഇച്ചിരി മെനക്കെട്ടാലും കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട്. ചിക്കൻ്റെ നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ കണ്ട് മടുത്തിരിക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ കേട്ടോ. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം. തിരിച്ചിറങ്ങിപ്പോയാണ്ടല്ലോ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ബൈ, ടാറ്റാ.